growing restless in the wind, searching for a brighter day, leaving yesterday behind. Oh, looking forward into the light. I found you, a world brand new. Sky is blue when I'm with you. I found you, a world brand new. Sky is blue when I'm with you. Finally I feel alive. Finally I feel alive. Heart on fire in my chest, feel the wild rush. I can see a world awake again. Finally I feel alive. My whole world changed suddenly when I saw something heavenly. Turn my darkness into day, oh, and I could finally see the way. I found you, a world brand new. Sky is blue when I'm with you. Finally I feel alive. Finally I feel alive. Heart on fire in my chest, feel the wild rush. I can see a world awake again. Finally I feel alive. Finally I feel alive. Finally I feel alive. I found you, a world brand new. Sky is blue when I'm with you. I found you, a world brand new. Sky is blue when I'm with you. Finally I feel alive. Finally I feel alive. Heart on fire in my chest, feel the wild rush. I can see a world awake again. Finally I feel alive. Finally I feel alive. Finally I feel alive. St. Lawrence River, a 4:45. You ask if I'm swimming, and I didn't think twice. My head going under, I come up for air, and you're just sitting there. There must be something in the water, 'cause I've never seen
is clear. It's you and me in the aisle, you see the bright orange everglow. Southern sky, when it hits your eyes, there ain't nowhere I wanna go. This moment is perfect, sunburn, shirtless, then everything starts to move slow. Suddenly, it just hit me, you're the last girl I'm bringing home. The low-lit horizon, the song in the silence, a bottle of lightning, the words can't describe it, but all I know, there ain't no way that I'm letting go. I swear there must be something in the water, 'cause I've never seen it this clear. It's you and me in the aisle, you see the bright orange everglow. Southern sky, when it hits your eyes, there ain't nowhere I wanna go. This moment is perfect, sunburn, shirtless, then everything starts to move slow. Then suddenly, it just hit me, you're the last girl I'm bringing home. ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടപ്പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹസമ്പന്നനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന നിന്റെ ദാസൻ അലക്സിനെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകന് അനുയോജ്യയായ പങ്കാളിയെ തിരഞ്ഞെടുത്തുവെന്ന നിന്റെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. വേർതിരിഞ്ഞിരിക്കുന്നവയെ സംയോജിപ്പിക്കുന്നവനായ ദൈവമേ, ഇസ്ഹാക്കിനെയും റബേക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശമാക്കിയ കർത്താവെ, നിന്റെ ഈ സഭയെ നിർമ്മല വധുവായി സ്വയം സ്വീകരിച്ച മിശിഹാനാഥ, ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ വിവാഹത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായ ഇവരെ സമാധാനത്തിനും മനസ്സിന്റെ ഐക്യത്തിനും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. രഘുവർ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും കാരുണ്യവാനുമായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും സുഖം വരുത്തട്ടെ. അവൻ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ തമ്മിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ചു. രഘുവർ തന്റെ ഭാര്യ ഏവനെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറയെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ ധൈര്യമായിരിക്കുക, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകം ധൈര്യം അവലംബിക്കൂ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് മനുഷ്യന്റെ സകല ജീവജാലങ്ങളും ഉപരിയായി സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെയും ഞാൻ നൽകും എന്നരുളി ചെയ്തുകൊണ്ട് ജീവിത സ്ഥിതിയെ നൽകി ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ആദ്യ വിവാഹം ആശീർവദിക്കുകയും ചെയ്തുവല്ലോ. ആദത്തിന് ഹവ്വായെയും അബ്രഹത്തിന് സാറയെയും ഇസ്ഹാക്കിന് റബേക്കയെയും ജീവിതസഖിയായി നൽകി അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഇന്ന് വിവാഹാന്തസ്സിൽ പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകനെ ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മകൻ നീ സ്ഥാപിച്ച വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തെരഞ്ഞെടുത്ത വിവാഹം എന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന
പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന താങ്ങും തണലുമാകുന്ന പങ്കാളിയുമായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, ഇന്ന് വിവാഹിതനാകാൻ പോകുന്ന ഞങ്ങളുടെ മകനെയും ഞങ്ങളുടെ മകളെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടി ഈ മകനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന്റെ തലവനായ യോസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരാത്തീർന്നീടാം നവമൊരു പീഠമൊരുക്കീടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ വിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ
ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാകാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേനാമേനെന്നേക്കും. താതനുമതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽ കന്നതുപോലെ ആമേനാമേനവരതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതം നിസ്തുല മഹിമാവായി ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവമൃഗങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അടുക്കെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളവെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സ്തുത്യർഹനം ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനിശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും
തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതായി വന്നു നിറഞ്ഞു തൊടുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കെന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനു വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അലക്സ, ആൽഫി, മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, അലക്സും ആൽഫിയും ഇന്നു മുതൽ വിവാഹ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് കടക്കുകയാണ്.
ഈശോയെക്കുറിച്ച് പറയുക, ഈശോ സ്നേഹത്തിൻ്റെ, ഗോഡ് ഈസ് ലവ് എന്നാണ് പറയും. ആ സ്നേഹം ജീവിക്കുവാനായിട്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവരിന്നു മുതൽ മരണം വരെ സമ്പത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത് ഇമ്പകരമായ കുടുംബജീവിതം ആരംഭിക്കുക. നമുക്കറിയാം, കുടുംബജീവിതം എന്ന് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ലോകത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇവർ ഈ തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളെല്ലാം ഇന്നിവിടെയുള്ളത് കുടുംബങ്ങളുള്ളതുകൊണ്ടാണ്. കുടുംബങ്ങളുള്ളതുകൊണ്ടും കുടുംബങ്ങളെ, മക്കളെ വളർത്തണമെന്നും വിശ്വാസത്തിൽ വളർത്തണമെന്നും ഒക്കെ ബോധ്യങ്ങളുള്ള മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വിശ്വാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം. ഒരുപക്ഷെ ഈ ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് അലക്സും ആൽഫിയും കടന്നു വരിക. അത് വലിയൊരു ഉത്തരവാദിത്വം. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല, ഇതുവരെ ആയിരുന്നത് പോലെയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ മനസ്സമ്മതത്തിന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങൾ മുതൽ ഇവർ വേറൊരു നന്മയ്ക്ക് വേണ്ടി, വേറൊരു സ്വപ്നത്തിന് വേണ്ടി ഇവർ പ്രാർത്ഥിച്ച് ഒരുങ്ങണമല്ലോ. കാരണം ഇതുവരെ ഇവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നുവെങ്കിൽ ഇനി മുതൽ ഇവർക്ക് ഉണ്ടാവേണ്ടത് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന നന്മകളിലേക്ക് കടന്നു പോകുന്ന വലിയ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു അപ്പനും അമ്മയുമാകാൻ പോകുന്ന, ഭർത്താവും ഭാര്യയുമായി പോകുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് അവർ കടക്കുക. ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരച്ഛൻ ജനിക്കുന്നതും ഒരു നല്ല കുടുംബം ജനിക്കുന്നതും ഒക്കെ കുടുംബത്തിലാണെങ്കിൽ എത്രമാത്രം നന്മയോടുകൂടിയും എത്രമാത്രം വിശുദ്ധിയോടുകൂടിയും ഇത് ജീവിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഓർക്കുക. കർത്താവിൻ്റെ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിക്കപ്പെടുന്നത്. ദൈവം നമ്മുടെ ഛായയിലെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയും. അപ്പോൾ ആ മനുഷ്യനാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഈ ലോകത്തിൽ അവരുടെ അംബാസഡേഴ്സായിട്ട് ചെയ്യുവാൻ, ദൈവത്തിൻ്റെ അംബാസഡേഴ്സായിട്ട് ജീവിക്കുവാൻ, എല്ലാ രീതിയിലും ജീവിക്കുവാൻ, പർദീസായിൽ ജീവിച്ചതുപോലെ പരിശുദ്ധമായ നന്മയിലേക്ക് ജീവിക്കുവാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ഇവർ രണ്ടുപേരും ഏറ്റെടുക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്തു എന്നാണ് പറഞ്ഞ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ, അവർ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെ നൽകി എന്ന് പറയും. ഞാൻ അന്നേരം ഓർക്കാറുണ്ട്, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എങ്ങനെ ചേർന്ന് ഇണയെ നൽകിയെന്ന് ചിലപ്പോഴും ചിന്തിക്കുമ്പോൾ. ഞാൻ മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 1-ാം അധ്യായം നാം കാണുന്നത് കുറേയേറെ കടിച്ചാൽ പൊട്ട മനസ്സിലാകാത്ത കുറേ വാക്കുകൾ അടങ്ങുന്ന കുടുംബങ്ങളുടെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന കുടുംബങ്ങളുടെ ചരിത്രമാകും. അത് എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? യോസഫും മേരിയിലും ഈശോയുമാകുന്ന തിരുക്കുടുംബത്തിൽ എത്തി നിൽക്കുന്നുവെങ്കിൽ എത്രമാത്രം അവിടെയുള്ള കുറേ പേരുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ അതൊക്കെ അവിടെ നിന്നും ഒത്തിരി അകലിൽ നിന്നും ഒക്കെ വന്ന് ചേർന്നവരും അതാണ് കർത്താവ് നേരത്തെ ആദിയിലെ ഒരുക്കിയിരുന്ന കണ്ടെത്തുന്നതൊക്കെ നമ്മൾ ആ സുവിശേഷ ഭാഗത്ത് കുറച്ച് ആദ്യത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് കൊണ്ട് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കുക, ഈശോയും കൂടി അടങ്ങുന്ന, യോസേപ്പ് പിതാവും മാതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിലാണെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ എത്ര കൂട്ടുകാരാണ്. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ലവ് മാരേജസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം ഒരു പക്ഷേ അത് കണ്ടെത്തിയതല്ലേ, അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതി വരുന്നതെന്ന് ഒരു പക്ഷേ ചിന്തിക്കുവാൻ. പക്ഷെ ഞാൻ പറയും, അത് തമ്പുരാൻ ഒരുക്കിയിരുന്നതായിരുന്നു കരുതുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ മാറുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ നന്മയോടുകൂടി ആയിരിക്കുവാനായിട്ട്, നന്മയോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കുവാൻ ആർക്ക് കഴിയും? അവൾ രത്നത്തേക്കാൾ അമൂല്യത്തെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കുക, ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എത്രമാത്രം നമ്മൾ ബൈബിളിൽ വീണ്ടും കാണുന്നുണ്ട്, വലിയൊരു വിലയേറിയ രക്തം കുടിച്ചിട്ടിരിക്കുന്ന രക്തം ഉള്ള ഒരു വയൽ മേടിച്ചിട്ട് മറ്റെല്ലാം വിറ്റിട്ട് ആ വയൽ മേടിച്ച ഒരാളെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മൂല്യമെന്ന് കരുതുന്ന സാധനത്തെ വേണം നമ്മളെല്ലാം വിറ്റ് അതിലേക്ക് കടക്കുന്ന പോലെ തന്നെ ഈ കുടുംബജീവിതം എന്ന് പറയുന്നതും വളരെ അമൂല്യമാണെന്നും വളരെയേറെ പ്രധാനപ്പെട്ടതാണെന്നും വളരെയേറെ വിശ്വാസത്തിലും വളരെയേറെ സ്നേഹത്തിലും വളരെയേറെ ആത്മവിശ്വാസത്തിലും ഒക്കെ പോകേണ്ടതാണെന്നും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പദ്യം. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ കാണും, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ,
അവൻ്റെ ആയുസ് ഇരട്ടിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഇന്ന് ആർക്കും ഒന്നിനും നേരമില്ലാത്ത സമയമാണ്, ഒന്ന് വർത്തമാനം പറയാൻ പോലും നേരമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അലക്സിനോടും ആൽഫിയോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ പരസ്പരം കാണുകയും നിങ്ങൾ പരസ്പരം സ്വന്തമാവുകയും നിങ്ങൾ പരസ്പരം വർത്തമാനം പറയുകയും പരസ്പരം ഉൾക്കൊള്ളുകയും കുറവുകളുണ്ടല്ലോ അങ്ങനെ പറയുവാനും കുറവുകളെ നിറവുകളാക്കി പോകുവാനായിട്ടും അതുപോലെ എന്തെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കുവാനും സങ്കടമുണ്ടെങ്കിലും പങ്കുവയ്ക്കാനും ഒക്കെയുള്ള വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഒത്തിരി ഇതാണ്. കാരണം അതുകൊണ്ട് ഇന്ന് മുതൽ മരണം വരെ സമ്പത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും എല്ലാം ഈ കാണുന്ന സൗന്ദര്യവും എല്ലാം പോയാലും നിങ്ങൾ സ്വന്തം. അതുവഴി നമുക്ക് രത്നങ്ങൾ കണ്ടെത്തുന്ന കടലിലേക്ക് പോകുന്ന കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഓരോ വലിയ വലിയ മുത്തുകളൊക്കെ കണ്ടെത്തുന്നതെന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോ ദിവസം ജീവിക്കും തോറും നിങ്ങളിലെ നന്മ കണ്ടെത്തി നിങ്ങളുടെ മുത്തുകളായി മാറുമ്പോൾ നിങ്ങൾ അമൂല്യങ്ങളാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി ആയിരിക്കുവാനായിട്ടും നന്മയോടുകൂടി ആയിരിക്കുവാനായിട്ടും പരിശ്രമിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ ഉത്തരവാദിത്വം എപ്പോഴും എല്ലാറ്റിനും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ കൃതജ്ഞത അർപ്പിച്ച് ജീവിക്കുമെന്നാണ് പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ച് നോക്കുക, എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. നിങ്ങൾ മൂന്ന് പേര് പുട്ടൻജേശി പറയുന്ന 3 മാരേജിനാണ്. അപ്പോൾ 3 പേരാണ് നിങ്ങൾ, അതായത് ഭർത്താവും ഭാര്യയും ഈശോയും അടങ്ങുന്ന വലിയൊരു കുടുംബം. എന്നും ഈശോയെ ബലം പിടിക്കുവാനും സങ്കടത്തിലും ദുഃഖത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ ഈശോയിലേക്ക് മുഴുവൻ കൊടുക്കുവാനായിട്ടും ഈശോയെ മുറുകെ പിടിക്കുവാനായിട്ടുമുള്ള കൃപയോടുകൂടി ജീവിക്കുമ്പോൾ കൃതജ്ഞതയോടുകൂടി ജീവിക്കും. അതുപോലെ തന്നെ നീ എൻ്റെ ദാനമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വളരണം. എന്നാൽ നമ്മുടെ തോബിയാസ് പറയുന്നത് പോലെ ഞാൻ നിന്നെ വരവേൽക്കുന്ന പരിശുദ്ധമായ പ്രേമത്താലാണ് എന്ന് പറയുവാനായിട്ടും അത് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ബലമുണ്ടാകണം. അങ്ങനെ എല്ലാ രീതിയിലും നന്മയോടുകൂടിയുള്ള ഒരു വിവാഹ ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിവിടെ ഇരിക്കുന്നവർക്ക് ഒരു കാര്യമുള്ളൂ, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. കാരണം അത് മാത്രമേ ഉള്ളൂ നമുക്കറിയാം. പാര വെച്ചിട്ട് ഒന്ന് വർത്താനം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അലക്സ്, അപ്പച്ചനും അമ്മച്ചിയും വല്യപ്പച്ചനും വല്യമ്മയും അടങ്ങുന്ന ഒരു കുടുംബമാണെന്ന് ഓർത്തുകൊണ്ട് അവരെ ഉൾക്കൊള്ളുവാനായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവനെ അപ്പ അല്ലെ അമ്മ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ അഗൈതവമായ ബന്ധത്തിലേക്ക് നിങ്ങൾ വളരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം അതില്ലെങ്കിൽ ഓരോ ആൽഫീസ് തീർച്ചയായിട്ടും അലക്സിൻ്റെ സ്വന്തമാകണം. അതുപോലെ തന്നെ അലക്സ് സ്വന്തമായിട്ടും ആൽഫിയുടെ കുടുംബങ്ങളുടെ അവിടുത്തെ സ്വന്തമാകണം. അങ്ങനെ പരസ്പരം ഒന്നു ചേരുന്ന വലിയ കുടുംബ ബന്ധമാണ് നമ്മുടെ എന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ടും ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഈശോ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടെ കൂടെ നിന്ന് വിവാഹം എന്ന കുദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച് സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിനും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെ ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ ആഭ്യന്തരയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്ര ശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിലും ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ കർത്താവേ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂരമായ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരൻ
സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖ്യം നൽകിയ ദൈവമേ, അങ്ങനെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്ന ഭാര്യാഭർത്തക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. അലക്സ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ ട്രീസയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കും. ട്രീസ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി അലക്സിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കും. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. കൃപാവരത്തിൻ്റെ അനുസൃതത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും
യോസേപ്പിതാവും കന്യാപികയും ഓമൽ സുതരാമീശോയും യോസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. ചെല്ലിത്തിരുന്ന് ഓർക്ക് ചെല്ലേറ്റില്ല. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവനടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ഈശോയേ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. ഈശോയേ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. യോഗ്യത എന്നിലില്ല, ശ്രേഷ്ഠമായൊന്നുമില്ല, എന്നാലും എന്നുള്ളിൽ നീ വരണേ. ഈശോ എന്നുള്ളിൽ എഴുന്നള്ളണേ. ഈശോയേ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. ബലവാനേ പരിശുദ്ധനേ അമർത്യനേ അധിനാഥനേ. ബലവാനേ പരിശുദ്ധനേ അമർത്യനേ അധിനാഥനേ. ആത്മാവിൽ വാണിടാനാ എന്നിൽ എഴുന്നള്ളണേ. ആത്മാവിൽ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേലങ്ങളെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ.
അങ്ങയുടെ സംരക്ഷണത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെ സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ ദൈവമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാറിയ ഔസേപ്പിൻ്റെ മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നിൽക്കും. ആമേൻ. അനന്തമാകും സ്നേഹത്താൽ മനുജനെ സൃഷ്ടിച്ചഖിലേശൻ ജീവിത സഖിയെ നൽകുന്നു. അവനെ വാഴ്ത്തി വണങ്ങിടാം. അബ്രാമിനെയും സാറയെയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ കാത്തരുളിയിടണമേ. ഇവരുടെ ജീവിതമെന്നെന്നും ഐശ്വര്യപൂരിതമാക്കണമേ. ഇവരുടെ ആശ പ്രതീക്ഷകളും സഫലീകൃതമായി തീരണമേ. സ്നേഹവും ശാന്തി പുലർന്നിടുവാൻ ദൈവമേ ഇവരിൽ കനിയണമേ. സഹായമേകും സ്നേഹിതരെ നൽകണമേ നിൻ കൃപയാലേ. വിശുദ്ധിപൂരിത ഗാത്രത്താൽ കൃപതൻ ബലിയായി തീരാനും നൽസുതരായി ഫലമണിയാനും ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ മണവാളൻ സവിധേ സ്തുതിതൻ ഗീതികളെന്നെന്നും അർപ്പിച്ചിടുവാൻ തൻ കൃപയാ നാഥൻ ഇവരിൽ കനിയട്ടെ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും നവദമ്പതിമാരിരുവർക്കും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. When the shadow won't leave, when the battle won't stop, and every breath that you breathe takes all that you've got. When you wonder if you're always gonna feel this way, hear the Lord of heaven say, I will hold you when you're breaking
like a father and a friend, and I will carry you through darkness till we see the sun again. So rest your head and cry your tears. Know that I am with you here when you can't live that way. Believe me when I say I will. I know you're feeling overwhelmed before the day even begins, but I can see beyond the now. This is not how your story ends. And when you're at your weakest, oh, I've never been more strong. So let me be the one you're leaning on. I will hold you when you're breaking, like a father and a friend, and I will carry you through darkness till we see the sun again. So rest your head and cry your tears. Know that I am with you here when you can't live that way. Believe me when I say I will. I will. I will dry your eyes, I will calm your fears, I will show you how you're beautiful, beautiful. I will walk with you on the raging sea, and I will never leave. all and welcome to the big day celebration of Alex and Alfie. വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്നാണ്. അവരുടെ സ്വർഗീയ വിവാഹ ആഘോഷം ഇവിടെ തുടങ്ങുകയാണ്. ഒരു അനുഗ്രഹം എന്ന നിലയിൽ മഴ പോലും ഒരു അനുഗ്രഹം പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ രണ്ടുപേരും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അലക്സിനും ആൽവിക്കും ഞങ്ങളുടെ വക കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ഈ ഒരു ചടങ്ങിൻ്റെ ആധികാരികതയ്ക്കായി നമുക്ക് ഒഫീഷ്യലായി തന്നെ ഇവരെ പരിചയപ്പെടാം. അലക്സ് മണക്കാട്ടെ വീട്ടിൽ ജോസ്, ജെസ്സി ജോസ് എന്നിവരുടെ മൂത്ത മകനാണ്. അലക്സ് കറൻ്റ്ലി TCS കൊച്ചിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. MCA ഗ്രാജുവേറ്റഡ് ആണ്. ഇനി നമ്മുടെ ആൽവി കുമരകം വല്ലിര വീട്ടിൽ ബേബിയുടെയും റോജി ബേബിയുടെയും മകളാണ്. BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആണ്. ഒപ്പം ആളിപ്പം പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തോടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിവരെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ടു. ഇനി രണ്ട് വ്യക്തികളെക്കാൾ ഉപരി രണ്ട് കുടുംബങ്ങളാണ് ഓരോ മാരേജിലൂടെയും ഒന്നാവുന്നത്. ഇനി വെൽക്കം ചെയ്യാനുള്ളത് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെയാണ്. ആദ്യം ഞാൻ വെൽക്കം ചെയ്യുന്നത് ആൽഫിയുടെ പേരൻസിനെയാണ്. ഇവിടുത്തെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ഇമോഷൻസും ഫേസിലുള്ള രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ആൽഫിയുടെ പേരൻസ് തന്നെയാണ്. സോ ഞാൻ ബേബി അങ്കിളിനെയും അതോടൊപ്പം തന്നെ റോജി ആൻറ്റിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇനി അലക്സിൻ്റെ ഫാമിലിനെയാണ് വെൽക്കം ചെയ്യുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അലക്സിനേക്കാളും അതോടൊപ്പം തന്നെ ആൽഫിനേക്കാളും കൂടുതൽ പരിചയം ഈ പറയുന്ന നമ്മുടെ സ്വന്തം ജോസ് അങ്കിളിനെയും ജെസ്സി ആൻറ്റിനെയും തന്നെ ആയിരിക്കും. പ്രത്യേക ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ലാതെ ഞാൻ ഇവരെ രണ്ടുപേരെയും വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്.
വെൽക്കം ചെയ്യാനുള്ളത് സിബ്ലിങ്സിനെയാണ്. അലക്സിന് ഒരു അനിയനാണുള്ളത്, എബിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുകയാണ്. എബിനിപ്പോൾ 3rd ഇയർ BCA പഠിക്കുകയാണ്. ഇനി ആൽഫിക്ക് 2 ബ്രദർമാരാണുള്ളത്, അതിലൊരാൾ വൈദിക വിദ്യാർത്ഥിനി കൂടിയാണ്. സോ നമുക്ക് ആൽഫിയുടെ ബ്രദറായിട്ടുള്ള ആൽബിനെയും അതോടൊപ്പം തന്നെ അലനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുകയാണ്. ഫാമിലി എല്ലാം ഒത്തുചേർന്നതുകൊണ്ട് ഇനി നമുക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ക്യാൻഡിൽ ലൈറ്റനിങ് ആണ്. ക്യാൻഡിൽ ലൈറ്റനിങ്ങിന് വേണ്ടി നമുക്ക് അലക്സിനെ മാൽഫിനെ വെൽക്കം ചെയ്യാം. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലുടനീളം പ്രകാശമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലക്സിനെയും മാൽഫിനെയും തിരിതെളിക്കാനായി ഞാൻ ക്ഷണിക്കുകയാണ്. മധുരം വയ്പ്പാണ്. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ തിരിതെളിച്ചതുപോലെ നിങ്ങളുടെ ജീവിതം മുഴുവൻ മധുരപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മധുരം വയ്പ്പിന് കടക്കുകയാണ്. ആ ഒരു മധുരം വയ്പ്പ് ചടങ്ങ് കുറച്ചുകൂടെ ഒന്ന് മധുരം നിറയ്ക്കാൻ വേണ്ടി 2 പേരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അലക്സിൻ്റെ സിസ്റ്ററിനെയും ഫാമിലിനെയാണ് വെൽക്കം ചെയ്യുന്നത്. അലക്സിൻ്റെ സിസ്റ്റർ രമ്യ സൈമൺ, അതോടൊപ്പം തന്നെ സെബിൻ മാണിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മധുരം വെപ്പിൻ്റെ അവകാശം ചോദിക്കുകയാണ്. നമ്മുടെ അലക്സിനും ആൽഫിക്കും മധുരം വെച്ചോട്ടെ. നമ്മുടെ അലക്സിനും ആൽഫിക്കും മധുരം വെച്ചോട്ടെ. നമ്മുടെ അലക്സിനും ആൽഫിക്കും മധുരം വെച്ചോട്ടെ. ജീവിതം മധുരപൂർണ്ണമായി തീരാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങളിരുവരും പരസ്പരം ലഹരിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈൻ ഷെയറിംഗ് ആണ്. വൈൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ എബിനെയാണ് വെൽക്കം ചെയ്യുന്നത്. എബിൻ അലക്സിനും ആൽബിക്കും വൈൻ ഷെയർ ചെയ്യുന്നു. I've been walking 1,000 miles, too many places, and I know there's a reason why, whatever I do. And the day that I met you, I would always find a way to make it right. Any place, anywhere, anytime. Every day is a winding road, you gotta ride it, 'cause I know that I can't be wrong, whatever I do. And as long as you're with me, we would always find the strength to carry on. Any place, anywhere, anytime. And these are the days of our lives, and these are the days of
These are the days of our lives. Of your life. इश्क में दिल बना है, इश्क में दिल फना है, ओ मिटा दे या बना दे, मैंने तुझको चुना है, ओ तेरे सारे रंग ओढ़ के डंग ओढ़ के तेरा हुआ मैं सबको छोड़ के, इश्क नहीं करना नाप तोल के, राज खोल के आया हूँ मैं सबको बोल के, ओ मैं तो चलिया तेरी ओर, तेरा चलिया है जोर, तेरा होया मैं यार वे, भूले आए संसार में, चलिया तेरी ओर, तेरा चलिया है जोर, तेरा होया मैं यार वे, भूले आए संसार में। जग तेरे लिए छोड़िया, दिल तेरे संग छोड़िया, अब तेरा मैं तो हो गया, आगे तुझे मैं खो गया, खो गया। जग तेरे लिए छोड़िया, दिल तेरे संग जोड़िया, अब तेरे मैं तो हो गया, आगे तुझे मैं खो गया, खो गया। इश्क में दिल बना है, इश्क में दिल फना है, ओ हंसा दे या रुला दे, मैंने तुझको चुना है, ओ दुनिया कहती इश्क भूल है, बेफजूल है, हमको तो दिल से कबूल है, ओ तुझ में दिखता रब का नूर है, एक सुरूर है, तू है अपना ये गुरूर है, ओ दुनिया का चलिया तेरी ओर, तेरा चलिया है जोर, तेरी होई मैं यार है, भूले आए संसार में, चलिया तेरी ओर, तेरा चलिया है जोर, तेरी होई मैं यार है, भूले आए संसार। इश्क ख्वाब ख्वाब सा है, मेरा बेहिसाब सा है, तेरे लफ्ज झूम लूं मैं, उर्दू की किताब सा है। इश्क ख्वाब ख्वाब सा है, मेरा बेहिसाब सा है, तेरे लफ्ज चूम लूं मैं, उर्दू की किताब सा है। जग तेरे लिए छोड़ी, इश्क में दिल बना है, छोड़ी इश्क में दिल बना है, खो गया। Been thinking lately, wish we could break free. I'd run to you, we start brand new. Right now we're happy, don't come as easy as it used to, as it used to. Cold nights and they're getting colder, bad news always getting old, yeah. Dreaming of some kind of closure, nothing's harder than not knowing. Starting fights cause you can't control it, living like we're both blindfolded. Can't say much but I'll say this, hold on tight to me, don't say goodnight to me. I know the world is changing on us, hold on tight to me, we'll be alright.
trail, seeing ships sail down by horizon, clearing the sand, waving my hands, listening to the wonderful chimes. It's all about good times. Walking a trail, seeing ships sail down by horizon, clearing the sand, waving my hands, listening to the wonderful chimes. It's all about good times. See, you used to color my sky, whereas I now sing a goodbye. என் கூட நீ திரும்பி வந்தா சொல்லாமலே நாம் விட்டு போவேனோ. What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. Color, color, color through their eyes. Joy of little, little, little things in life. I can't fight, fight, fight up in the sky. Joy of little, little, little things in life. Hey! Wonder why it all feels right. Waking up to tea in my bed. Wonder where troubles inside, everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I see the color, color, color through their eyes. Joy of little, little, little things in life. I can't fight, fight, fight up in the sky. Joy of little, little, little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I need another paradise, 'cause I need another paradise. Cause I need another paradise. Cause I need another paradise.
Now when I fall through the endless life, I'll stay behind. Changing my ways with a broken mind forever. All of these questions left behind, swept away by the ocean tide. Changing our ways with a broken mind forever. Summertime, I will find love that's one of a kind, to hold beside and fall behind. Wintertime, I will find more than what's on my mind, to run and hide far from the sight. Through this forever, we stay together through hopeless times, with all the color more like a treasure. We're hopeless minds. Wintertime, I will find more than what's on my mind, to run and hide far from the sight. Through this forever, we stay together through hopeless times, with all the color more like a treasure. We're hopeless minds. Dim dana dim din na dim dana dim din na dim dana dim din na re. Dim dana dim din na dim dana dim din na dim dana dim din na re. Now when I fall through the endless life, we stay alive and quiet, changing my ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Walking in the stars and take a look down, I see smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Walking in the stars and take a look down, I see smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Through this forever, we stay together through hopeless times, with all the color more like a treasure. We're hopeless minds. Dim dana dim din na dim dana dim din na dim dana dim din na re. Dim dana dim din na dim dana dim din na dim dana dim din na re. Dim dana dim din na dim dana dim din na dim dana dim din na re. Dim dana dim din na dim dana dim din na dim dana dim din na re. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോട്ട് വന്ന് നിന്റെ സഹായം തേടി തിരുമാധ്യസ്ഥം അപേക്ഷിച്ച് ഇവനെ ഞാൻ നിര്യാതകരെ കാത്തുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ.